ഇപ്പൊ ഷാൻഷി അവിടെ ആക്കിയിട്ട് ചേച്ചിയും ബാൻഡേജ് എടുക്കാൻ വേണ്ടി അവിടെ നിന്ന് പോകുമ്പോഴാണ് കറക്റ്റ് അവിടേക്ക് നമ്മുടെ മിങ് വന്ന് അവളെ കാണുന്നത്. ഇതോടെ അവനും ടെൻഷനായി. ഷാൻഷായി, നീ എന്ത് ഇവിടെ ചെയ്യുന്നത്? നിന്റെ ബോയ് ഫ്രണ്ടിനെ വിളിച്ചോണ്ട് നീ ഇവിടെ വന്നതാണോ? എന്ത് അവൻ? നീ ഏതോനെ വിളിച്ചോണ്ടെന്നാലും എനിക്കൊന്നും ജലസാദില്ല, കാരണം ഞാൻ എപ്പോഴും നിന്നെ വെറുത്ത്. എന്നിട്ട് അവളുടെ കൈ പിടിച്ച് പറയുമ്പോഴാണ് അവളുടെ കയ്യിൽ ചോരാണുന്നത്. ഇത് കണ്ടിട്ട് അവനും ഷാൻഷായി നിന്റെ കൈക്കെന്ത് പറ്റി? എന്നിട്ട് അവളുടെ കൈ പിടിച്ച് അമർത്തുമ്പോ തന്നെ ചേച്ചി അവിടേക്കൊന്ന് അവനെ ചവിട്ടിയിട്ടിട്ട് എടാ അവൾക്ക് ചുമ്മാതെ കൈ വേനെടുത്തോണ്ടിരിക്കുക, അതിന്റെ ഇടയിൽ നീയും കൂടെ പോയി ഞെരുക്ക്. എന്നിട്ട് ചേച്ചി പറയുമ്പോഴാണ് അവരെ കണ്ട ഷോക്കി മിങ്ങും പെട്ടെന്ന് ഹോ നീ എപ്പോഴാ നാട്ടിലേക്ക് എത്തിയ? എന്നിട്ട് അവൻ ഒരു വലിയ ഷോക്കി ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് ചേച്ചിയും എന്താടാ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് എത്തിയ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല? ഈ ചേച്ചിയോട് നിനക്ക് സ്നേഹമൊന്നും ഇല്ലടാ. എന്നിട്ട് അവർ ചോദിക്കുമ്പോ മിങ്ങും ഓ ഞാൻ നിന്നെ വെറുതെ മിസ് ചെയ്യുന്നത്, നമ്മൾ എപ്പോഴും വീഡിയോ കോൾ ചെയ്യുന്നില്ല, അതൊക്കെ മതി. എന്നിട്ട് അവൻ പറഞ്ഞോട് ചേച്ചിയും ദേഷ്യത്തി ഓ നിനക്ക് എന്നോട് സ്നേഹമൊന്നും ഇല്ലല്ലേ, വീഡിയോ കോൾ ചെയ്തോണ്ട് ചേച്ചിയെ മിസ് ചെയ്തില്ല. ഓക്കെ എങ്കിൽ ശരി, ഞാൻ പറഞ്ഞു കേട്ടോ. ഇവളുടെ കൈ മുറിഞ്ഞുകൊണ്ട് ഞാൻ ഇവളെ വീട്ടിലേക്ക് വിളിച്ചോണ്ടെന്നേ, ഇവള് പതുക്കെ ഇവിടെ ഇറങ്ങത്തുള്ളൂ, അതുകൊണ്ട് നീ അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നോണം. എന്നിട്ട് അവനെ വാൺ ചെയ്തിട്ട് ചേച്ചി പോയി അവൾക്ക് ബാൻഡേജ് ഒക്കെ ഇട്ടോണ്ടിരിക്കും. അപ്പോഴാണ് അവരും പറയുന്നത് ഷാൻഷായി നീ വേണേ ഇവിടെ ഡിന്നർ കഴിച്ചിട്ട് വീട്ടിൽ പോകത്തുണ്ട്, എന്തായാലും ഇപ്പൊ ഡിന്നർ കഴിക്കാനുള്ള സമയമായി. എന്തിനു ചേച്ചി പറഞ്ഞാലും നമ്മൾ ഷാൻഷായി ഇട്ടിട്ട് ഓ അതിന്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് പുറത്തൊരു സ്ഥലം വരെ പോകാനുള്ളത്, അതിനുശേഷം വേണം എനിക്ക് വീട്ടിൽ പോകാൻ. എന്തിനാ അവൾ ഓരോന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കും. പക്ഷെ ഇതൊന്നും ചേച്ചി കേൾക്കാതെ ഷാൻഷായി ഇത് ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്തില്ല, ഞാൻ പറഞ്ഞ ഓർഡർ, നീ ഇന്ന് ഡിന്നർ കഴിച്ചിട്ടേ ഉള്ളു ബാക്കി കാര്യം. എന്നിട്ട് അവൾക്ക് വേണ്ടി ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ചേച്ചിയും അവളെ ഡ്രിങ്ക് ചെയ്യാൻ പറയുമ്പോഴാണ് ഷാൻഷായും ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് അവൾ ഫുൾ അടിച്ചങ്ങ് വിഴുങ്ങും. ഇത് കണ്ട് ചേച്ചി ഷോക്കായിരിക്കുമ്പോഴാണ് അവൾക്ക് ഫുൾ ബോധെല്ലാം പോയിട്ട് ഓരോന്നൊക്കെ പറയാൻ തുടങ്ങും. നിങ്ങൾക്കറിയാവോ ഞാൻ കാരണം മിങ്ങിനും ഹുവയും തമ്മിൽ പ്രശ്നം ഉണ്ടായ പാവ മിങ്, ഞാൻ ചെയ്ത തെറ്റ് കാരണം അവനിപ്പോ കുറെ വിഷമത്തില, ഇതെല്ലാം എന്റെ തെറ്റാ. എന്നിട്ട് അവൾ ഓരോന്നൊക്കെ പറയുന്നതൊക്കെ നമ്മുടെ മിങ് ആയിട്ട് അടുത്തേക്ക് വന്നിട്ട് ഓ ഇവളെ ആരെ കുടിപ്പിച്ച, ഇവള് കുടിച്ച ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കല്ലേ. എന്നിട്ട് അവളുടെ വായ അടയ്ക്കാൻ നോക്കും. അപ്പോഴാണ് ഇതെല്ലാം കേട്ട് ചേച്ചിയും എടാ മിങ് സത്യത്തിൽ ഇത് നിന്റെ ഫ്രണ്ട് തന്നെയാണോ? സംസാരമൊക്കെ കേട്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലേ. എന്നിട്ട് ചേച്ചി ചോദിക്കുമ്പോഴാണ് അവനും ആ ഇവളെന്റെ ഫ്രണ്ടാ. ചേച്ചി ചുമ്മാ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടാതെ പിന്നെ ഇവളുടെ കൈക്ക് എന്തോ പറ്റിയതാ? എന്നിട്ട് അവനും ചോദിക്കുമ്പോഴാണ് ചേച്ചിയും ഓ അതൊന്നുമില്ല, വഴി പോകുന്ന ഒരു അമ്മമ്മയെ ഓരോ സൈക്കിളിൽ ഒന്ന് ഇടിച്ചിട്ട് പോയി, അങ്ങനെ അവരെ രക്ഷിക്കാൻ പോയപ്പോഴാ ഇവളുടെ കൈ മുറി പറ്റിയ. ഇവളുടെ നല്ല മനസ്സ് കണ്ട് ഞാനും ബാൻഡേജ് ഇടാൻ വേണ്ടി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന്. എന്നിട്ട് ചേച്ചി പറഞ്ഞോട് അവനും ഓ ഇവൾക്ക് എപ്പോഴും മറ്റുള്ളവരോട് നല്ല കെയർ ആണ്, പക്ഷെ അവളോട് മാത്രം അത് കാണത്തില്ല, അതുകൊണ്ട് ഇങ്ങനെ കൈയൊക്കെ മുറിഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അവനും പറയുമ്പോൾ ചേച്ചിയും ആ എങ്കിൽ ശരി, ഇവളിപ്പം ബോധമില്ല കിടക്കുമല്ലേ, ഇവളും പൊക്കി എടുത്തോണ്ട് മറ്റേ റൂമിൽ കൊണ്ടാക്ക്. എന്നിട്ട് അവനോട് പറയുമ്പോൾ ഇത് കേട്ട് മിങ്ങും എന്തോ ഞാൻ പൊക്കി കൊണ്ടുപോകാനാ? ചേച്ചിയല്ലേ ഇവള് വിളിച്ചോണ്ടെന്നേ, വേണം നീ തന്നെ പൊക്കി എടുത്തോണ്ടോ, ഇവളുടെ വെയിറ്റ് ഒന്നും എനിക്ക് താങ്ങാൻ പറ്റത്തില്ല. എന്നിട്ട് അവനും പറയുമ്പോൾ ചേച്ചി ദേഷ്യപ്പെട്ട് എന്തോ ഞാൻ കൊണ്ടുപോകാനാ, മരയെ കൊണ്ടുപോടാ. എന്നതിനെ ചേച്ചി ശബ്ദം ഉയർത്തിയോടെ നമ്മുടെ മിങ്ങും പേടിച്ചു പോയി അവളെയും പൊക്കെ എടുത്തോണ്ട് റൂമിൽ കൊണ്ടാക്കാൻ പോകും. അങ്ങനെ അവനും പോകുന്ന വഴിക്ക് ഇവൾ എന്തുമാത്രം കഴിക്കുന്നത്, പന്നിയുടെ അത്രയും വെയിറ്റ് ഉണ്ടല്ലേ. എന്നിട്ട് അവളെ കുറിച്ച് ഓരോന്നും പറഞ്ഞോണ്ട് ഇവനും കൊണ്ട് റൂമിലാക്കും. അങ്ങനെ കുറെ സമയത്തിന് ശേഷം നമ്മുടെ ഷാൻഷ ഉറക്കെല്ലാം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ചേച്ചി അവിടെ നിൽക്കുന്നതാണത്. ഇത് കണ്ടിട്ട് അവളും അവിടേക്ക് ഷാൻഷായി ഹൂവും കൂടെ നടന്നിരുന്നത്. ഇത് കണ്ടിട്ട് മിങ്ങും ഹോ ഈ ന്യൂ കപ്പിൾസ് എന്ത് ഇവിടെ ഷോ ആണിക്ക് ഇറങ്ങിയതാണ്. എന്നിട്ട് അവർക്ക് ഓപ്പോസിറ്റ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഇത് കേട്ട് ഷാൻഷ തന്നെ അടുത്തേക്ക് വന്നിട്ട് മിങ് ഞാൻ കാരണം വെറുതെ നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കണ്ട, തെറ്റ് ഞാനല്ലേ ചെയ്തത്, അതുകൊണ്ട് നീ എനിക്ക് വല്ല പനിഷ്മെന്റ് എന്നോ? എന്നിട്ട് അവളും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് മിങ്ങും ഓ ഷാൻഷായി അവൻ ചെയ്ത തെറ്റിന് നിനക്ക് പനിഷ്മെന്റ് അയക്കുന്നു, അത്രയ്ക്കും വളർന്നു നിങ്ങളുടെ സ്നേഹം. എന്നിട്ട് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് ഹുവയും മിങ് ഷാൻഷ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ചെയ്ത തെറ്റ്, നിനക്ക് വല്ലതും ദേഷ്യം തീർക്കാണ്ടെങ്കിൽ അത് എന്നോട് തീർക്ക്. എന്നിനെ പരസ്പരം സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇത് കേട്ട് മിങ്ങും ദേഷ്യത്തി ആ എങ്കിൽ ശരി, നിന്റെ ആഗ്രഹം പോലെ ഞാൻ നിനക്ക് തന്നെ പനിഷ്മെന്റ് തരാം, ഇനി തൊട്ട് നീ F4 അല്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു, ഇനി നീ നിന്റെ പനിഷ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യ്. എന്നിട്ട് അമ്മ തമ്മിൽ അടിയുണ്ടാകുമ്പോ തന്നെ ഇത് കണ്ട് യാനിഫങ്ങും കൂടെ എടാ നിങ്ങൾക്ക് എന്തോടെ പ്രശ്നം, മിങ് അവൻ F4 ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ F4 ആവുന്നത്, നീ ഇതെല്ലാം നിർത്താൻ നോക്കുവാണ്. എന്നിട്ട് അവന്മാർ ചോദിക്കുമ്പോഴാണ് കറക്റ്റ് അതേസമയം നമ്മുടെ ചെന്നൈ അവിടെ വരുന്നത്. ഇത് കണ്ട് മിങ്ങും ആര് പറഞ്ഞ് F4 നിർത്താൻ പോവാന്ന്, ഇനി തൊട്ട് ഹൂവയ്ക്ക് പകരം ഇവനാണ് F4 എന്നീ അവനെ പറഞ്ഞോടെ ഇത് കേട്ട് ഇവല്ല ഇങ്ങനെ ഷോക്കായിരിക്കും. അപ്പനാണ് ചെന്നും ഷാൻഷായി മിങ് പറഞ്ഞു കേട്ടില്ലേ, ഇനി തൊട്ട് ഞാൻ F4 ആന്ന്, അപ്പൊ ഇനി എനിക്ക് ആരെയും കണ്ട് പേടിക്കാനില്ല, യെസ്. എന്നിട്ട് അവൻ സന്തോഷത്തിരിക്കും. ഇത് കേട്ട് യാനിഫങ്ങും കൂടെ സമ്മതിക്കാതെ എടാ നിനക്കൊന്ന് വട്ടാണോ, അവനെ പിടിച്ചൊക്കെ എന്തിനാണ് F4 ആക്കുന്നത്, അപ്പൊ പണ്ടോട്ടല്ലോ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്. എന്നിട്ട് അവന്മാർ ഓരോന്ന് പറയുമ്പോ തന്നെ നമ്മുടെ മിങ്ങും ദേശത്തി ജോക്കർ കാർഡ് എടുത്ത് ഹുവയുടെ ഫേസ് എറിഞ്ഞിട്ട് അവൻ മാസമായിട്ട് അവിടെ നിന്ന് പോകും. അതിനെ ശിവമാരെല്ലാം ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ചെന്നിരിക്കാൻ പോകുമ്പോഴാണ് യാനിഫങ്ങും കൂടെ അവന് ദേഷ്യപ്പെട്ട് നോക്കുന്നത്. ഇത് കണ്ട് അവന് ഇരിക്കണോ വേണ്ടേന്ന് പാതി സിറ്റുവേഷൻ തന്നെ നിൽക്കും. അപ്പോഴാണ് മിങ്ങും എടാ ഇനി തൊട്ട് നീ F4 അതുകൊണ്ട് നീ അവിടെ തന്നെ ഇരുന്നു. എന്നിനെ ചെന്നിനെ പിടിച്ച് അവിടെ ഇരുത്തിക്കും. ഇതേ കേട്ട് അവന്മാരുടെ കൂടെ എടാ നിനക്കെന്താ പ്രശ്നം, ഇപ്പം ഹുവ എന്തിനാ ഇപ്പൊ F4 മാറ്റിയ, നീ ചെയ്യുന്നതോ നിനക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടോ? എന്നിനെ വീണ്ടും മിങ് ചെയ്ത് തെറ്റാന്ന് പറയുമ്പോഴാണ് ഇത് കേട്ട് അവനും ദേഷ്യത്തി എടാ നിങ്ങൾ ആരെങ്കിലും ഒന്ന് എന്നെ കുറിച്ച് ഓർത്തായിരുന്നു, ആ ഹുവ ഒരു സെൽഫിഷ് ആയിട്ടുള്ള വ്യക്തിയാടാ, നമുക്ക് എല്ലാവർക്കും അറിയാന്നില്ല അവന് ആദ്യം തൊട്ട് ആ ജിങ്ങിനെ ഇഷ്ടമെന്ന്, അവക്ക് വേറെ ബോയ് ഫ്രണ്ട് കിട്ടിയ ഉടനെ അവളെ മറക്കാൻ വേണ്ടി പാവപ്പെട്ട ഷാൻഷയെ യൂസ് ചെയ്യുന്നു, പക്ഷെ അതറിയാതെ ആ മണ്ടിയും അവന്റെ പുറയിലായി പോയി. ഇതെല്ലാം നിങ്ങൾക്കും അറിയാം, എന്നാലും നിങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്യല്ലേ, പക്ഷെ എന്നെ കൊണ്ട് അങ്ങനെ പറ്റത്തില്ല. എന്നിന് അവയ്ക്കുമാണ് നീ അവനോട് എന്തോ ചെയ്യും. എന്നിന് ലീ ചോദിക്കുമ്പോഴാണ് അവളും എന്റെ ആഗ്രഹം ഹുവയും ഇങ്ങും പഴയതുപോലെ ഫ്രണ്ട്സ് ആകണമെന്ന്, പക്ഷെ അത് പറഞ്ഞ അവൻ വേണേ ഫ്രണ്ട് ആക്കും, എന്നാലും അവർ പഴയതുപോലെ സംസാരിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റാന്ന് പറഞ്ഞ് ഞാൻ അവിടെ വെച്ച് സോറി
ചോറ് വയ്ക്കും. എന്നിട്ട് അവളും പറഞ്ഞിട്ട് അന്ന് വൈകിട്ട് തന്നെ മിങ്ങിന്റെ ചേച്ചിയെ കാണാൻ പോകും. എന്നിട്ട് അവളും ഈ ജോക്കർ കാർഡിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ പോകുമ്പോഴാണ് ഇതിനെല്ലാം മുമ്പേ നമ്മുടെ ചേച്ചിയും ഷാൻഷായി നീ എന്തോ പറയാൻ വരുന്നത് എനിക്കറിയാം, നിനക്ക് ഹുവയ്ക്ക് ജോക്കർ കാർഡ് കിട്ടിയല്ലേ, പക്ഷെ അതെങ്ങനെ അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നല്ലേ. എന്നിട്ട് ചേച്ചി ചോദിക്കുമ്പോൾ അവളും അത് പിന്നെ ഞാൻ കാരണം അവർ തമ്മിൽ പ്രശ്നമുണ്ടായി. എന്നിട്ട് ഷാൻഷാ പറയും ഇത് കേട്ടോടെ ചേച്ചിയും നീ കാരണോ അതെങ്ങനെ. എന്നിട്ട് ചേച്ചിയും ചോദിക്കുമ്പോൾ അവളൊന്നും പറയാൻ സൈലന്റ് ആയിട്ടിരിക്കും. എന്നിട്ട് അവളും എങ്ങനെയൊക്കെ മിങ്ങിനോട് പറഞ്ഞ് ഈ പ്രശ്നമെല്ലാം സോൾവ് ആക്കാൻ പറയുമ്പോഴാണ് ഇത് കേട്ട് ചേച്ചിയും ഷാൻഷായി ഞാൻ നിന്നെ ഒരു ഗ്രേറ്റ് പേഴ്സൺ ആയിട്ട് കണ്ടത്, പക്ഷെ നീ തന്നെ പേടിച്ച് മിങ്ങിനോട് സമാനമായിട്ട് പോകാനൊക്കെ പറയുന്നു. എനിക്ക് നിന്നോടൊപ്പം ഒരേ ഒരു കാര്യം പറയാൻ പറ്റത്തുള്ളൂ, നീ എപ്പോഴും നിന്റെ മനസ്സ് പറയുന്നത് മാത്രം കേൾക്ക്. എന്നിട്ട് അവൾക്ക് അഡ്വൈസ് ചെയ്യും. അങ്ങനെ ഇതും കേട്ട് ഷാൻഷായി പുറത്തുനിന്ന് നേരെ നമ്മുടെ ഹുവയ്ക്ക് വോയിസ് ഇടും. ഹുവ നമ്മൾ മിങ്ങിന്റെ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാം, നീ എങ്ങനെയാ കാർഡ് ഗെയിം കളിക്കുന്നതെന്ന് എനിക്ക് പഠിപ്പിച്ച. എന്നിട്ട് അവൾ വോയിസ് ഇടുമ്പോ തന്നെ കറക്റ്റ് ഇവളുടെ ഫ്രണ്ടിലേക്ക് നമ്മുടെ മിങ് നിൽക്കും. ഇത് കണ്ട് അവൾ അടുത്തേക്ക് വന്നിട്ട് മിങ് ഞങ്ങൾ നിന്റെ ജോക്കർ കാർഡ് അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് ചാലഞ്ച് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം. എന്നിട്ട് അവൾ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഷാൻഷായി നീ പിന്നെ അത്രയ്ക്കും വെറുക്കുന്നു, എങ്കിൽ ശരി നിനക്ക് ചാലഞ്ച് ചെയ്യാൻ തന്നെ തീരുമാനമാണെങ്കിൽ നമുക്കിനി മാച്ച് വെച്ച് കാണാം. എന്നിട്ട് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇപ്പൊ ഷാൻഷായി ഹുവും കൂടെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഹുവയും പറയുന്നത് ഷാൻഷായി ഞാൻ നിനക്കിപ്പോ ഒരു ടെസ്റ്റ് വയ്ക്കാം, അതായത് ഞാൻ എന്ത് ചോദിച്ചാലും അതിന് നീ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഉത്തരം പറയണം, എങ്കിൽ ശരി നിനക്ക് പഠിക്കാൻ ഇഷ്ടമാണോ. എന്നിട്ട് അവൻ ചോദിക്കുമ്പോൾ അവളും എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ്. എന്നിട്ട് അവൾ തിരിച്ചു പറയും അപ്പൊ ഇത് കേട്ടവനും അപ്പൊ നിനക്ക് മിങ്ങിന് ഇഷ്ടമാണോ. ഇല്ല എനിക്ക് ഇഷ്ടമല്ല. എന്നിട്ട് അവൾ പറയുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഹുവയും ഷാൻഷായി ഞാൻ പറഞ്ഞത് ഓപ്പോസിറ്റ് പറയാനാ, അപ്പൊ നിനക്ക് മിങ്ങിന് ഇഷ്ടമാണോ. എന്നിട്ട് അവനും കളിയാക്കുമ്പോഴാണ് ഇത് കേട്ടവളും അല്ല എനിക്ക് അവന് ഇഷ്ടമല്ല, ഞാൻ ഇപ്പൊ കറക്റ്റ് ആയിട്ട് പറയാം നീ ഒന്നും കൂടെ ചോദിച്ചു. എന്നിട്ട് അവൾ ചോദിക്കുമ്പോൾ വീണ്ടും നമ്മുടെ ഹുവ ഒരു ട്രിക്ക് ഇറക്കും. ഷാൻഷായി അപ്പൊ നിനക്ക് എന്നെ ഇഷ്ടമാണോ. എന്നിട്ട് അവൻ ചോദിച്ചോടെ പെട്ടെന്ന് അവൾ ആലോചിച്ചിട്ട് ഇല്ല എനിക്ക് നിന്നെ ഇഷ്ടമല്ല. എന്നിട്ട് അവൾ പറയും അപ്പൊ ഇത് കേട്ടോടെ അവനും ഞാൻ വിചാരിക്കുന്ന ഇതായിരിക്കും സത്യം എന്ന്. എന്നിട്ട് അവനും ഗെയിം കളിക്കാന്ന് പറഞ്ഞ് ചുമ്മായിട്ട് അവളെ കളിയാക്കൊണ്ടിരിക്കും. അതേസമയം എഫോറിന്റെ കൂടെ നമ്മുടെ ചെന്നൈയിൽ നിന്ന് കാർഡ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവനും ഷാൻഷയെ കുറിച്ച് ഓർത്ത് അവൻ ചാടി എന്നിട്ട് പറയും ഗൈസ് എന്നെ കൊണ്ട് ഷാൻഷയ്ക്കെതിരെ ഗെയിം കളിക്കൊന്നും പറ്റത്തില്ല, കാരണം അവൾ പണ്ട് തൊട്ട് എന്റെ ഫ്രണ്ടാ. മിങ് നിനക്ക് അവൾ ഇഷ്ടമാണെങ്കിൽ നീ അവൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ ഗെയിം കളിച്ചല്ല തോപ്പിക്കണ്ട, അവളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണം, അതുകൊണ്ട് എനിക്ക് ഈ ഗെയിം കളിക്കാൻ താല്പര്യമില്ല. എന്നിട്ട് അവനും പറയുമ്പോഴാണ് ഇത് കേട്ടോടെ യാനും ഫെങ്ങിനും നമ്മുടെ ചെന്നന്റെ ക്യാരക്ടർ ഇഷ്ടപ്പെടും. അപ്പനാണ് അവന്മാരും എടച്ചൻ നീ ഇപ്പൊ പറഞ്ഞ വാക്കുകളില്ല അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്, അതുകൊണ്ട് മിണ്ടായിരുന്നു പ്രാക്ടീസ് ചെയ്യും, ഗെയിം കളിച്ചല്ലേ മിങ് നിന്നെ കൊല്ലും. എന്നിട്ട് വീണ്ടും അവൻ ഇരുത്തി ഇവെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം ചാലഞ്ച് ഡേക്ക് നമ്മുടെ ഈ മാച്ചിന് മുമ്പേ ഷാൻഷായെ കാണാൻ പോയിട്ട് ഷാൻഷായി നീ ഒന്നും പേടിക്കണ്ട നിങ്ങളായിരിക്കും മാച്ച് ജയിക്കുന്നത്. എന്നിട്ട് അവൾക്ക് കോൺഫിഡൻസ് കൊടുക്കും. അപ്പനാണ് അവിടേക്ക് നമ്മുടെ ഹുവയും വന്ന് ഷാൻഷയുടെ കൈയും പിടിച്ച് ഇവർ രണ്ടുപേരും ക്ലബിന്റെ അകത്തേക്ക് കയറുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൈയും പിടിച്ചോണ്ട് അകത്തേക്ക് കയറിയ ശേഷം കൈ വിടാതെ അങ്ങനെ തന്നെ പിടിച്ചോണ്ടിരിക്കും. അപ്പനാണ് ഇത് കാണുന്ന മിങ്ങും മതി ഇങ്ങനെ രണ്ടുപേരും കൈയും പിടിച്ചിരുന്ന നമ്മളെങ്ങനെ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തിനാ ദേഷ്യത്തിൽ പറഞ്ഞോടെ ഇത് കേട്ട് അവർ രണ്ടുപേരും കൈ വിടും. എന്നിട്ട് ഇവര് മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോയിരിക്കുമ്പോഴാണ് മിങ്ങും ചോദിക്കുന്നത് ഓക്കെ ഈ മാച്ച് നമ്മൾ എന്ത് പറ്റാ ചെയ്യണ്ട ഷാൻഷായി നീ പറ. എന്നിട്ട് അവൻ ചോദിക്കുമ്പോൾ അവളും ഒരു പക്ഷെ ഞങ്ങൾ ഈ മാച്ച് ജയിക്കുവാണെങ്കിൽ ഞാൻ നിന്നെ കഷ്ടപ്പെടുത്തിയതിന് നീ എന്നെ ക്ഷമിക്കണം. എന്നിട്ട് അവൾ പറയുമ്പോഴാണ് ഇത് കേട്ട് മിങ്ങും ചിരിച്ചോണ്ട് ഓ ഞാൻ നിന്നെ ക്ഷമിക്കണം അതായിരുന്നു നിന്റെ ബെറ്റ്, അതെങ്ങനെ നിനക്ക് ഞാനിങ്ങനെ വിഷമിക്ക് കാണുമ്പോൾ അവനായിട്ട് കുറച്ച് ക്ലോസ് ആയാൻ ചെറിയ ഗിൽറ്റ് വരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ക്ഷമിക്കണമെന്ന് നീ വിചാരിക്കുന്നത്. എന്നിട്ട് അവൻ ചോദിക്കുമ്പോൾ അവളും അത് തന്നെ നിന്നെ ഓർത്ത് ഞാൻ നിന്നെ വെറുതെ വിഷമിക്കുന്നു. എന്നിട്ട് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് മിങ്ങും എങ്കിൽ ശരി നിങ്ങളെ മാച്ച് ജയിക്കുവാണെങ്കിൽ ഇതാ ബെറ്റ്, ഒരു പക്ഷെ ഞാൻ മാച്ച് ജയിക്കുവാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യും. എന്നിട്ട് അവനും ചോദിച്ചോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കൂടാതെ അടുത്ത എപ്പിസോഡിനെല്ലാം വെയിറ്റ് ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.